അങ്ങനെ 2024 സിരിയ കിരീടം ഇന്റർ മിലാൻ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇന്ന് നടന്ന മത്സരത്തിൽ AC മിലാനെ 2-1 തോൽപ്പിച്ചുകൊണ്ടാണ് ഇന്റർ കിരീടത്തിലേക്ക് എത്തിയത്. വെൽക്കം ടു മല്ലു ഫുട്ബോൾ. അപ്പൊ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ ഇന്ററിന്റെ പെർഫോമൻസിനെ പറ്റിയിട്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യൻസ് ലീഗിലെ പെർഫോമൻസ് തന്നെ ഒരു റെഫറൻസ് ആണ്. അവർ ശക്തമായിട്ട് മുമ്പോട്ട് പോയി ഫൈനലിൽ വരെ ടീമിനെ കൊണ്ട് എത്തിക്കാൻ ഇൻസാഗിയുടെ ടീമിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. സിറ്റിക്കെതിരെ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. 1-0 സിറ്റി ജയിക്കുകയും UCL കിരീടം സ്വന്തമാക്കുകയും ചെയ്തു. എന്നാൽ ആ ഒരു ഫോം ലീഗിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ ഇൻസാഗിക്കും ഇന്റർ മിലാൻ ടീമിനും കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത. 33 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ 86 പോയിന്റുമായിട്ട് വളരെ കൃത്യമായിട്ടുള്ള ഒരു ആധിപത്യം നേടാൻ ഇൻസാഗിയുടെ ഈ ഒരു ഇന്റർ മിലാൻ ടീമിന് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അത് മാത്രമല്ല, ലിറ്റാറോ മാർട്ടിനസിന്റെ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് നമ്മൾ കണ്ടു. 29 മത്സരങ്ങളിൽ നിന്നും 26 ഗോളുകളും 5 അസിസ്റ്റുമായിട്ട് ഒരു മികച്ച പെർഫോമൻസ് പുറത്തെടുക്കാൻ മാർട്ടിനസിന് കഴിഞ്ഞു. അപ്പൊ ഇന്നത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ വളരെ ഫിസിക്കലായിട്ടുള്ള മത്സരമായിരിക്കും. നമുക്കറിയാം, മിലാൻ ഡെർബിയാണ്. അവസാനം അടിപിടിയും കൂട്ടത്തല്ലും റെഡ് കാർഡും ഒക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഫൈറ്റിനെ നമ്മൾ കണ്ടു. ഇപ്പൊ കളിയുടെ ആദ്യഘട്ടത്തിൽ തന്നെ ഈസി ആയിട്ട് ജയിക്കേണ്ട 3-4 ചാൻസുകൾ ഇന്റർ മിലാന് കിട്ടിയിട്ടുണ്ടായിരുന്നു. 18ാമത്തെ മിനിറ്റിൽ ബോക്സിലേക്ക് വന്ന ഒരു സെറ്റ് പീസിൽ നിന്നാണ് ആദ്യത്തെ ഗോൾ ഇന്റർ സ്കോർ ചെയ്യുന്നത്. അസേബിയുടെ വളരെ കൃത്യമായിട്ടുള്ള ഒരു ഹെഡറാണ് ബോക്സിലേക്ക് എത്തിക്കാൻ അവരെ കൊണ്ട് സാധിച്ചത്. ഇവിടെ AC മിലാന്റെ ഡിഫൻഡേഴ്സ് ഒക്കെ ഡിസ്ട്രാക്ട് ആയിട്ട് എല്ലാവരും കൂടെ ലെഫ്റ്റ് സൈഡിലേക്ക് പോയ സിറ്റുവേഷൻ ആണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. പിന്നീട് തുറാമിന് ഒരു ചാൻസ് ലഭിച്ചു, മാർട്ടിനസിന് ഒരു ചാൻസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ കൺവേർട്ട് ചെയ്യാൻ ഫസ്റ്റ് ഹാഫിൽ അവർക്ക് കഴിഞ്ഞില്ല. അങ്ങനെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കളിയുടെ ആദ്യഘട്ടത്തിൽ തന്നെ 48ാമത്തെ മിനിറ്റിൽ തുറാം ബോക്സിനകത്ത് വെച്ചിട്ട് വളരെ പൊസിഷനോടെ ഒരു ഷോട്ട് എടുക്കുന്നു. എനിക്ക് തോന്നുന്നു പ്ലേസ്മെന്റ് തന്നെയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഗോൾ കീപ്പർക്ക് അത് തടയാൻ പറ്റിയില്ല. അങ്ങനെ 2-0 ലീഡിലേക്ക് ഇന്റർ മിലാൻ എത്തുകയും ചെയ്തു. ആ സമയത്ത് AC മിലാൻ പതുക്കെ കളിയുടെ നിയന്ത്രണത്തിലേക്ക് വരാൻ തുടങ്ങി. അവർ 1-2 ഹാഫ് ചാൻസുകളൊക്കെ ക്രിയേറ്റ് ചെയ്തു. പക്ഷെ അപ്പോഴും ഗോളിലേക്ക് എത്താൻ AC മിലാന് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ 80th മിനിറ്റിൽ ഒരു ചെറിയ കോൺസലേഷൻ ഗോൾ ലഭിച്ചു. അതല്ലാതെ കാര്യമായിട്ടൊരു ഇമ്പാക്ട് ഈ കളിയിലേക്ക് കൊണ്ടുവരാൻ AC മിലാന് കഴിഞ്ഞില്ല. അവർക്ക് 15ഓളം ചാൻസുകൾ ഉണ്ടായിരുന്നു. പക്ഷെ പല ചാൻസുകളും വേസ്റ്റ് ആക്കി കളയുന്ന AC മിലാന്റെ ഒരു പെർഫോമൻസ് ആണ് നമ്മളിന്ന് കണ്ടത്. അങ്ങനെ കളി ഇഞ്ചുറി ടൈമിൽ എത്തിയപ്പോഴാണ് ശരിക്കുള്ള അടി നടക്കുന്നത്. ഹെർണാണ്ടസും ഡംഫ്രൈസും തമ്മിൽ വളരെ കൃത്യമായിട്ടുള്ള പിടിവലിയും അടിയൊക്കെ നടന്നു. രണ്ടുപേർക്കും റെഡ് കാർഡ് കിട്ടി. അപ്പൊ പ്രശ്നങ്ങളൊക്കെ ശാന്തമായി എന്ന് വിചാരിച്ചു വീണ്ടും ഒരു ഫ്രീ കിക്കിലേക്ക് വന്നപ്പോൾ അടുത്ത പ്രശ്നം വരുന്നു. മറ്റൊരു പ്ലെയർ കൂടി റെഡ് കാർഡ് കണ്ട് പുറത്തു പോകുന്ന സിറ്റുവേഷൻ കണ്ടു. അങ്ങനെ 3 റെഡ് കാർഡുകളാണ് ഇന്നത്തെ മത്സരത്തിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ മത്സരം അവസാനിക്കുമ്പോൾ 2-1 ലീഡോടെ ഇന്റർ മിലാൻ കിരീടത്തിലേക്ക് എത്തി. പക്ഷേ നമുക്കറിയാം, ചാമ്പ്യൻസ് ലീഗിൽ ആ ഒരു പെർഫോമൻസ് കൊണ്ടുവരാൻ ഇന്ററിന് കഴിഞ്ഞില്ല. പ്രീ ക്വാർട്ടറിൽ തന്നെ അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ പെനാൾട്ടിയിൽ പരാജയപ്പെട്ടുകൊണ്ടാണ് ഇന്റർ പുറത്തേക്ക് പോയത്. എന്തായാലും ഇൻസാഗിയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. പുള്ളിയുടെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് സിരിയെ കാണുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.